ഇറാൻ ഇസ്രയേൽ യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാന്റെ സർക്കാർ മാധ്യമ സ്ഥാപനം തകർത്തതായിരുന്നു പ്രധാന വാർത്ത. മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കരുതെന്ന യുദ്ധമര്യാദകൾ ഇസ്രയേൽ ഇവിടെയും പാലിച്ചില്ല എന്നത് വ്യാപകമായ പ്രതിഷേധം തന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ജനീവ കരാറിലെ പ്രധാനപ്പെട്ട ചില വ്യവസ്ഥകളിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് പൊതുവിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളായ മാധ്യമങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ പാടില്ല എന്നത്. മാധ്യമ സ്ഥാപനം നിന്ന് കത്തുന്നതും പരിക്കേറ്റ് ചോരയൊലിക്കുന്ന കൈയോടെ മാധ്യമപ്രവർത്തകൻ അക്കാര്യങ്ങൾ വിവരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിരവധി മാധ്യമപ്രവർത്തകർ ഈ സ്ഥാപനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. എത്ര എന്നതിൻ്റെ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഈ ആക്രമണം ഇസ്രയേലിനെതിരെ ലോകത്ത് വലിയ പ്രതിഷേധം തന്നെ ഉളവാക്കിയിട്ടുണ്ട്. ഇറാനിൽ ഉടനീളം ആക്രമണം നടത്തും എന്നായിരുന്നു ഇസ്രയേലിൻ്റെ അവകാശവാദം. ടെഹ്റാനിലുള്ളവർ ഒഴിയണമെന്നും ഇറാന്റെ വ്യോമ മേഖല തങ്ങൾ കീഴടക്കാൻ പോവുകയാണ് എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളി ഉയർത്തി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇറാൻ പോലൊരു വലിയ സൈനിക ആയുധശേഷിയുള്ള രാജ്യത്തോടാണ് ആയുധശേഷിയുടെ മാത്രം ബലത്തിൽ ഒരു കുഞ്ഞൻ രാജ്യം വെല്ലുവിളി ഉയർത്തിയത് എന്നത് ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നെതന്യാഹു ഉയർത്തിയ വെല്ലുവിളി പോലെ ഇറാനെതിരെ രൂക്ഷമായ ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇറാനിലെ ചിലയിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ ഇസ്രയേലിൻ്റെ 3ാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. മുകളിൽ പറഞ്ഞ പോലെ അതിലേറ്റവും ശ്രദ്ധേയമായിരുന്നു വാർത്താ ചാനലിന് നേരെയുള്ള ആക്രമണം. ഈ ആക്രമണത്തിന് അതേ മാതൃകയിൽ ഇറാൻ മറുപടി നൽകുകയും ചെയ്തു. ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ ആക്രമണം നടത്തുമെന്ന് ഇറാൻ പിന്നീട് പ്രഖ്യാപിച്ചെങ്കിലും ആ തരത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിലേക്ക് ഇറാനും മുന്നോട്ട് പോയില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. എന്നാൽ സാധാരണഗതിയിലുള്ളതുപോലെയുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തന്നെ ഇസ്രയേലിനെതിരെ ഇറാനും നടത്തി എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. ഇസ്രയേൽ മണ്ണിൽ നിന്നും ടെല്ലവീവിൽ നിന്നും ആളുകൾ ഒഴിയണമെന്ന നിർദ്ദേശം ഇറാനും നൽകി. യുദ്ധക്കുറ്റവാളികളെ ടെല്ലവീവിൽ ഒളിച്ചിരിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ധാരാളം മിസൈലുകൾ കുതിക്കുന്നത് വ്യക്തമാണ്. ലെബനാനിൽ നിന്നും ഗാസയിൽ നിന്നും ജോർദാനിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ടെല്ലവീവിലും ഹൈഫയിലുമാണ് ഇത്തവണയും ആക്രമണം നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടെ ഇസ്രയേലിലെ അമേരിക്കൻ കോൺസുലേറ്റിനും എംബസിക്കും നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായും കോൺസുലേറ്റിനും എംബസിക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഇസ്രയേൽ വ്യക്തമാക്കി. ഇതേ തുടർന്ന് ഇരു സംവിധാനങ്ങളും അമേരിക്കക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു. അമേരിക്കൻ പൗരന്മാരോട് ഇസ്രയേലിൽ നിന്നും മടങ്ങാനും അമേരിക്ക നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങൾ ആ രാജ്യത്തെ പൗരന്മാരോ മാധ്യമപ്രവർത്തകരോ ചിത്രീകരിക്കുന്നതും വിവരിക്കുന്നതും ചിത്രങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതും ഇസ്രയേൽ ഭരണകൂടം കർശനമായി വിലക്കിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ലൈവ് ടെലികാസ്റ്റ് നടത്തുകയും ചെയ്യുന്നത് അത്തരമൊരു പ്രവണത അവിടങ്ങളിലെ പശ്ചിമേഷ്യയിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. ഇത് ഇസ്രയേൽ ശക്തമായി വിലക്കുകയും ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നഗരങ്ങളിലെ സുരക്ഷാ ക്യാമറകൾ ഓഫ് ചെയ്യുവാനുള്ള നിർദ്ദേശവും ഇസ്രയേൽ നൽകി. സമ്പൂർണ്ണ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ അലേർട്ടുകളും മെസ്സേജുകളും അല്ലാതെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്രയേലിലെ കാര്യങ്ങൾ പുറത്തേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇന്റർനെറ്റ് പരിമിതപ്പെടുത്തലാണ് ഇപ്പോൾ ഇവിടെ നടത്തിയത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ വ്യോമഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ ഒരു സർവീസും ഇസ്രയേലിനകത്തേക്കോ പുറത്തേക്കോ നടക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇറാനിലേക്കുള്ള മറ്റു രാജ്യങ്ങളുടെ ചില വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ ഇസ്രയേലിലേതുപോലെ പൂർണ്ണമായും ഇവിടെ വ്യോമഗതാഗതം നിലച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. അതേസമയം അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പലായ USS നിമിറ്റ്സ് ഏഷ്യൻ കടലിൽ നിന്നും പശ്ചിമേഷ്യൻ തീരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. അതോടൊപ്പം കാനഡയിൽ ഇന്ന് G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിലെ കരടിൽ ഒപ്പുവെക്കാൻ ട്രംപ് വിസമ്മതിച്ചു എന്ന സ്ഥിരീകരണവും പുറത്തുവരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷം ലഘൂകരിക്കുന്ന പ്രമേയത്തിലാണ് ട്രംപ് ഒപ്പുവെക്കാതിരുന്നത് എന്നതും ശ്രദ്ധേയം. ഇതോടെ തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ ലോകത്തെ കബളിപ്പിക്കലാണ് എന്ന് കൂടുതൽ വ്യക്തമായി. അമേരിക്കൻ സ്പോൺസേഡ് ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് എന്നതും വ്യക്തമായി. ഈ വിഷയത്തിൽ അമേരിക്ക നിലപാട് വ്യക്തമാക്കണമെന്ന് G7 കൂട്ടായ്മ അമേരിക്കയോട് ആവശ്യപ്പെട്ടു
ആവശ്യപ്പെടുമ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് അമേരിക്കയും ട്രംപും. അതേസമയം ആവശ്യമായ മുന്നൊരുക്കങ്ങളോ യുദ്ധതന്ത്രങ്ങളോ ഇല്ലാതെയാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രയേൽ പുറപ്പെട്ടത് എന്ന വിമർശനം BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇസ്രയേലിനെതിരെ ഉന്നയിക്കുകയാണ്. ഒപ്പം ഇറാന്റെ തിരിച്ചടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന്റെ കൂടുതൽ പരിതാപകരമായ അവസ്ഥകളും അവർ തുറന്നു കാട്ടുന്നു. ലോകത്തിന് മുൻപിൽ ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഇസ്രയേലിനോട് മുട്ടി നിൽക്കാൻ ഇറാന് സാധിക്കില്ല എന്ന പൊതുധാരണയായിരുന്നു അത്. ഇപ്പോൾ ആ ധാരണ മാറി. ഇറാന്റെ ആയുധശേഷിയിലും ആക്രമണശേഷിയിലും ഒപ്പം നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ പകരം ചുമതല ഏറ്റെടുക്കുന്നവർ അതിശക്തമായി സേനയെ നയിക്കുന്ന ശേഷിയിലും ഇറാന്റെ ആ ഒരു മികവിൽ അത്ഭുതം കൂറുകയാണ് ലോക രാജ്യങ്ങളും ലോക നേതാക്കളും ലോകമാധ്യമങ്ങളും. Waytonikah.com, the exclusive Muslim matrimonial site.